ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമെന്ന സേന. 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. 100-ലധികം ഭീകരരെ വധിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിലും കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെയും ഭാഗമായ കൊടും ഭീകരരെ വധിച്ചെന്നും സേന അറിയിച്ചു. ഇന്ത്യ നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും നൽകിയ തിരിച്ചടികളെക്കുറിച്ചുമുള്ള വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം തുടങ്ങിയത്. സൈന്യത്തെയും നിരപരാധികളായ വിനോദസഞ്ചാരികളെയും ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടിക്കണമെന്ന തീരുമാനത്തിലേക്ക് സേന എത്തിയത്. അങ്ങനെയാണ് 9 ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത്. There were 9 camps that you are now all familiar with, which were confirmed by our various intelligence agencies to be inhabited. Some of these were in POJK, while there were others that were located in the Punjab province in Pakistan. Nefarious places such as Muridke, the hub center of the Lashkar-e-Taiba, has over the years bred infamous characters such as Ajmal Kasab and the likes of David Headley. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. The Chunia air defense radar, which was taken out on 7th and 8th, this is the radar site. A blown up photograph once again on a tower, not very clear, but what you see very clearly is the after effect after we have struck. The radar. പരിഭ്രാന്തരായ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിലെ ജനവാസ മേഖലകൾ ആക്രമിച്ചു. ശ്രീനഗർ മുതൽ ഗുജറാത്തിലെ കിലിയ വരെയുള്ള സൈനിക കേന്ദ്രങ്ങളും തന്ത്രപ്രധാന സ്ഥാപനങ്ങളിലും ആക്രമണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം ചെറുക്കാനായി. ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും പാകിസ്ഥാൻ പ്രകോപിച്ചതിനാലാണ് തിരിച്ചടിക്കേണ്ടി വന്നതെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി. ഇനിയും പ്രകോപനം തുടർന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. 24 ഡൽഹി. വിടനിർത്തൽ പ്രഖ്യാപിച്ചത് പാക് DGMO വിളിച്ചതിന് ശേഷമെന്ന് ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ്. വിടനിർത്തൽ ധാരണയ്ക്ക് ശേഷവും പാക് സൈന്യത്തിന്റെ പ്രകോപനമുണ്ടായി. സേന ശക്തമായി തിരിച്ചടിച്ചു. വിടനിർത്തൽ തുടർന്നും ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും സൈന്യം. മുന്നറിയിപ്പ് പാകിസ്ഥാൻ DGMOയെ അറിയിച്ചു. ഇന്നലെ 3:35 പാകിസ്ഥാന്റെ DGMO ഇന്ത്യയുടെ DGMOയുമായി സംസാരിച്ചത്. തുടർന്നാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. ധാരണ നിലവിൽ വന്നിട്ടും പാക് പ്രകോപനം തുടർന്നു. ഇന്നും പ്രകോപനമുണ്ടായാൽ സേനാ കമാൻഡർമാർക്ക് തിരിച്ചടിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. It took only a couple of hours for the Pakistan army to violate these arrangements by cross-border and across the line of control firing through last night and in the early hours of the morning today. These violations were responded to robustly and dealt with as they must be. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാന്റെ നീക്കം പരാജയപ്പെട്ടുവെന്ന് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ. That we have the capability to target every system at these bases and more. However, it was only a measured response to instill good wisdom to our adversary to refrain from further escalation. പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രകോപനത്തിനൊരുങ്ങിയാൽ തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പാകിസ്ഥാൻ അറിയുമെന്നും സൈന്യം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രധാന പങ്കുവഹിച്ചത് വ്യോമസേനയായിരുന്നു. നാവികസേനയും ദൗത്യത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും സൈന്യം അറിയിച്ചു. 24 ഡൽഹി. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷം അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. ജമ്മുവിലും പഞ്ചാബിലുമൊക്കെ കരുതലിന്റെ ഭാഗമായി ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജമ്മു കാശ്മീരിൽ എങ്ങുമെന്ന പോലെ ജമ്മുവിലും ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾ മടങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ഒരല്പം ജാഗ്രത ജനങ്ങൾക്കിടയിലുണ്ട്. കടകമ്പോളങ്ങളൊക്കെ ഏതാണ്ട് പകുതിയിലേറെയും അടഞ്ഞു കിടക്കുന്നു. തെരുവ് വിളക്കുകൾ പകുതിയിലേറെ ഇപ്പോൾ കത്തുന്നില്ല. ഈ മേഖലയിലുള്ള 1-2 വിളക്കുകൾ മാത്രമേ ഞാൻ കത്തുന്നതായി കണ്ടുള്ളൂ. ആ തരത്തിലൊരു ജാഗ്രത ഏതായാലും ഇപ്പോഴുമുണ്ട്. ഇന്ന് രാത്രിയും അതേ ജാഗ്രത തുടരുകയും ചെയ്യും. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ ഈ ഒരു സമാധാനകാലം കുറച്ചധികം നീണ്ടു നിൽക്കണം എന്നതാണ് ജനങ്ങൾ പൊതുവെ പറയുന്നത്. നമ്മൾ ചില ക്യാമ്പുകളിലൊക്കെ പോയിരുന്നു ഇന്ന് രാവിലെ. അതിർത്തി മേഖലയിലുള്ളവരെ ഇത്തരം ക്യാമ്പുകളിലാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് അതിർത്തി മേഖലയിലേക്ക് മടങ്ങുന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു ധാരണയിൽ നിന്ന് ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു അതിക്രമത്തിന് മുതിർന്നാൽ അത് ഇവരുടെ ജീവിതത്തെ പിന്നെയും ദുരിതപൂർണ്ണമാക്കും. അതുകൊണ്ട് ഒരുപക്ഷെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു തന്നാൽ അത് നന്നാകുമെന്നുള്ള അഭിപ്രായം ചിലരൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആശങ്ക
ആശങ്ക ആ ജനങ്ങൾക്കുണ്ട്. സ്കൂളുകളൊക്കെ അന്ന് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം അടഞ്ഞു കിടക്കുകയാണ്. ചില കുട്ടികളോടൊക്കെ നമ്മളിപ്പോൾ വൈകിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർക്കൊക്കെ സ്കൂൾ എന്ന് തുറക്കുമെന്ന് അറിയേണ്ടതുണ്ട്. അവർക്ക് മടങ്ങിപ്പോകാൻ, സ്കൂളുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പൊതുവികാരമാണ്. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ജമ്മുവിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് കണ്ടത് കണക്കെയുള്ള ഒരു ശാന്തി അത് വരും ദിവസങ്ങളിലും ഇതേപടി തുടരണം എന്നതാണ് ജനങ്ങളുടെ ആഗ്രഹം. പഞ്ചാബിലും സ്ഥിതിഗതികൾ ശാന്തമാണ്. ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട്. പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമൃത്സറിൽ ജനജീവിതം ഇന്ന് സാധാരണ നിലയിൽ തന്നെയായിരുന്നു. രാത്രി ഏറെ വൈകിയും ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവിധ മേഖലകളിൽ ആളുകൾ എത്തുകയും അവർ സാധനങ്ങൾ വാങ്ങാൻ എത്തുകയും ഭക്ഷണം കഴിക്കാൻ എത്തുകയും അങ്ങനെ ഏറെ വൈകിയും രാത്രി ജനജീവിതം നഗരമേഖലകളിലൊക്കെ തന്നെ സജീവമായിരുന്നു. പക്ഷേ രാവിലെയൊക്കെ ഒരു ചെറിയ ആശങ്ക അമൃത്സറിലുണ്ടായിരുന്നു. കാരണം ഇന്ന് പുലർച്ചയോടുകൂടി സൈറൻ മുഴങ്ങുകയും പിന്നീട് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 8 മണിയോടുകൂടി ആ നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിതിഗതികൾ പൂർണ്ണമായും ശാന്തമാണെന്നും സാധാരണ നിലയിലേക്കുള്ള ജീവിതത്തിലേക്ക് കടക്കാമെന്നും ഒക്കെ ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കൂടുതൽ ആളുകൾ നഗരമേഖലകളിലേക്ക് അടക്കം എത്തുകയും ജനജീവിതം കൂടുതൽ മേഖലകളിലേക്ക് സജീവമാവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി ഫിറോസ്പൂരിലും ഒപ്പം തന്നെ ഫാസിൽക്കയിലും 2 മേഖലകളിൽ ഇന്ന് ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഒരു മുൻകരുതൽ എന്ന രീതിയിലായിരുന്നു അത്തരമൊരു നടപടി എന്നുമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു ടൂറിസം വരുന്നൊരു സീസണാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ വലിയൊരു ആശങ്ക അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ആളുകൾ വരുന്നില്ല, കച്ചവടമൊക്കെ വലിയ ഒരു പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ആ കച്ചവടം കൂടുതൽ സജീവമാക്കണമെന്നൊക്കെയാണ് കച്ചവടക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന അമൃത്സറിലേക്കടക്കം ഇന്നലെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മേഖലകൾ പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. ആളുകൾ അവരുടെ വീടുകളിൽ കഴിയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ വലിയ ജാഗ്രത തുടരുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിഗതികളെല്ലാം മാറിയിരിക്കുന്നു. പൂർണ്ണമായും ഒരു ശാന്തതയിലേക്ക് പഞ്ചാബ് പൂർണ്ണമായും എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം 6 ജില്ലകളാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത്, ഫിറോസ്പൂർ ഉൾപ്പെടെ. ആ മേഖലകളിലെല്ലാം ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ഈ പടക്കങ്ങൾ പൊട്ടിക്കരുതെന്നും ഒപ്പം തന്നെ ഡ്രോണുകൾ പറത്തരുതെന്നും ഒക്കെയുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഒരു നിർദ്ദേശവും നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തിയാലും പാകിസ്ഥാന്റെ ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി. അടിച്ചാൽ പാകിസ്ഥാനെ തിരിച്ചടിക്കും. വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനോടാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യൻ സൈനിക കരുത്ത് റാവൽപിണ്ടിയിലെ പാക് സേനാ ആസ്ഥാനത്ത് വരെ പ്രകമ്പനം ഉണ്ടാക്കിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. വെടിനിർത്തലിലേക്ക് പാകിസ്ഥാനെ നയിച്ചത് ഇന്നലെ ഇന്ത്യ നൽകിയ പ്രഹരം. വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായുള്ള സംഭാഷണത്തിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കി. അടിച്ചാൽ തിരിച്ചടിക്കും. വെടിനിർത്തൽ നിലവിൽ വന്നാലും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല. അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിക്കും വരെ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവച്ചിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ പിൻവാങ്ങണമെന്നായിരുന്നു മോദിയുടെ മറുപടി. കശ്മീരിൽ മധ്യസ്ഥത ആവശ്യമില്ലെന്നും ഇന്ത്യ. അതിർത്തികളിൽ മാത്രമല്ല, പാകിസ്ഥാന്റെ സേനാ ആസ്ഥാനമായ റാവൽപിണ്ടി വരെ ഇന്ത്യൻ സൈനിക കരുത്തിന്റെ പ്രകമ്പനമറിഞ്ഞെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. हमने केवल सीमा से सटे सैन्य ठिकानों पर ही नहीं कार्रवाई की, बल्कि भारत की सेनाओं की धमक उस रावलपिंडी तक सुनी गई जहां पाकिस्तानी फौज का हेडक्वार्टर मौजूद है. हमने दिखाया है भारत आतंकवाद के खिलाफ जब भी कोई कार्रवाई करेगा तो आतंकवादियों और उनके आकाओं के लिए सरहद पार की जमीन भी सुरक्षित नहीं रहेगी. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വ്യോമസേനയും വ്യക്തമാക്കി. വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. പ്രതിരോധ വിദേശകാര്യമന്ത്രിമാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, സംയുക്ത സൈനിക മേധാവി, 3 സേനാവിഭാഗം തലവന്മാർ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. 24 ഡൽഹി. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ഇടപെട്ടെന്ന് ആവർത്തിച്ചും കശ്മീർ പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ തയ്യാറെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ വാദം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി. അതേസമയം ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സമവായത്തിന് തയ്യാറായതെന്ന് BJP അവകാശപ്പെട്ടു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ആദ്യം പുറംലോകമറിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിലൂടെയായിരുന്നു.
താൻ ഇടപെട്ടാണ് ധാരണയുണ്ടാക്കിയതെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെയാണ് വീണ്ടും അവകാശവാദം. കശ്മീർ പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി. മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്ക് വാതിലുകൾ തുറന്നിട്ടോ? പ്രശ്നപരിഹാരത്തിന് നയതന്ത്ര മാർഗങ്ങൾ തേടുന്നുണ്ടോ? ഷിംല കരാർ ഉപേക്ഷിച്ചോ? 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ ഈ ചോദ്യങ്ങൾ. എന്നാൽ 1971 യുദ്ധവുമായി ഇപ്പോഴത്തെ സാഹചര്യത്തെ താരതമ്യപ്പെടുത്താനാകില്ലെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ MP. Peace is necessary for us. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. 1971 was a great achievement of our history. I'm proud of it as an Indian. Indira Gandhi ji rewrote the map of the subcontinent, but the circumstances were different. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണമെന്നാവശ്യപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. അതേസമയം ഇന്ത്യൻ ആക്രമണത്തിൽ വ്യോമതാവളങ്ങൾ തകർന്നതോടെയാണ് പാകിസ്ഥാൻ സമവായ നീക്കത്തിന് തയ്യാറായതെന്നാണ് BJPയുടെ അവകാശവാദം. ഇന്ത്യ തകർത്ത പാക് കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് BJP സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് പുറത്തുവിട്ടു. 24 ഡൽഹി. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിൽ സന്തോഷമെന്ന് ലിയോ 14 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിലാണ് ഇന്ത്യ പാക് സംഘർഷം ലിയോ 14 പരാമർശിച്ചത്. സമാധാനത്തിന്റെ സന്ദേശം ലോകമെങ്ങും പരക്കട്ടെയെന്നും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് മാർപ്പാപ്പ പറഞ്ഞു. ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിൽ സമാധാനത്തിന്റെ സന്ദേശവുമായി ലിയോ 14 മാർപ്പാപ്പ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ സൂചിപ്പിച്ചായിരുന്നു മാർപ്പാപ്പയുടെ ഞായറാഴ്ച പ്രസംഗം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ സന്തോഷമുണ്ടാക്കി. സമാധാനം തുടരട്ടെയെന്നും മാർപ്പാപ്പ. Ho accolto invece con soddisfazione l'annuncio del cessate il fuoco tra India e Pakistan e auspico യുക്രൈൻ ജനതയുടെ ദുരിതം ഹൃദയത്തിലേറ്റുന്നു. യുക്രൈനിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളെ കാണാനാകട്ടെയെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുവെന്നും മാർപ്പാപ്പ. ലോകത്തെല്ലായിടത്തും സംഘർഷങ്ങൾക്ക് അയവ് വരട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യുദ്ധവിരുദ്ധ നിലപാടുകൾ ഓർമ്മപ്പെടുത്തലാകട്ടെയെന്നും ഇനിയൊരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെയെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. കയ്യടികളോടെയാണ് പുതിയ പാപ്പയുടെ വാക്കുകൾ സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ഒത്തുകൂടിയ ജനത സ്വീകരിച്ചത്. ഈ മാസം 18 സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ലിയോ 14 പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുക്രൈനുമായി നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ നിലപാട് സ്വാഗതം ചെയ്ത വൊളോദിമിർ സെലൻസ്കി യുദ്ധവിരാമത്തിനുള്ള സാധ്യത തെളിയുകയാണെന്നും പുടിന്റെ നിലപാട് ശുഭസൂചനയാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കി. വെടിനിർത്തൽ ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാർ. നാളെ മുതൽ സമ്പൂർണ്ണ വെടിനിർത്തലിനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിടുമെന്നാണ് പ്രതീക്ഷയെന്നും സെലൻസ്കി. പുടിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു സെലൻസ്കി. റഷ്യൻ പ്രസിഡന്റിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നു. മെയ് 15 മുൻപായി ചർച്ചകൾ ആരംഭിക്കാൻ തയ്യാറാണെന്ന് പുടിൻ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തോടുള്ള ടെലിവിഷൻ അഭിസംബോധനയിലായിരുന്നു പുടിന്റെ പ്രസ്താവന. റഷ്യയുടെ വിക്ടറി ഡേ പരേഡിനു ശേഷം ചടങ്ങിൽ സംബന്ധിച്ച രാഷ്ട്ര നേതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു പുടിന്റെ പരാമർശങ്ങൾ. 30 ദിവസത്തെ ഉപാധികളില്ലാത്ത വെടിനിർത്തലിന് തയ്യാറാകാത്ത പക്ഷം റഷ്യക്കെതിരെ പുതിയ ഉപരോധ നടപടികൾ കൊണ്ടുവരുമെന്ന് യൂറോപ്യൻ രാഷ്ട്ര നേതാക്കൾ നിലപാടെടുത്തതിനു പിന്നാലെയാണ് പുടിന്റെ വാഗ്ദാനം. തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുളിൽ വെച്ചാണ് സമാധാന ചർച്ചകൾക്ക് പദ്ധതിയിടുന്നത്. ഇതിനായി തുർക്കി പ്രസിഡന്റ് എർദോഗനുമായി ബന്ധപ്പെടുമെന്നും പുടിൻ വ്യക്തമാക്കി. നിബന്ധനകൾ വയ്ക്കാതെയാകും യുക്രൈനുമായുള്ള ചർച്ചകൾ. ഇതോടെ മാസങ്ങൾ നീണ്ട യുദ്ധത്തിന് അവസാനമാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. സൗദി തൊഴിൽ മേഖലയിൽ നിർബന്ധിത തൊഴിൽ ഫിറ്റ്നസ് പരിശോധന നടത്താൻ നീക്കം. ആവശ്യമെങ്കിൽ നിലവിലുള്ള ജീവനക്കാർക്കും പുതുതായി ജോലിക്കെത്തുന്നവർക്കും പരിശോധന നടത്തും. സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ശാരീരിക മാനസിക യോഗ്യത പരിശോധിക്കാനാണ് നീക്കം. നിലവിലുള്ള ജീവനക്കാർക്കും പുതുതായി ജോലിക്കെത്തുന്നവർക്കും ആവശ്യാനുസരണം പരിശോധന നടത്തുമെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിനായി കരട് നിയമം മന്ത്രാലയത്തിന്റെ ഇസ്തിത്ല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
പൊതു ആരോഗ്യ പരിശോധന, പ്രത്യേക പരിശോധന, മനഃശാസ്ത്ര പരിശോധന എന്നിങ്ങനെ 3 പരിശോധനകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിലുള്ള എല്ലാ ജീവനക്കാർക്കും പരിശോധന നിർബന്ധമല്ല. എന്നാൽ ദീർഘമായ മെഡിക്കൽ അവധി കഴിഞ്ഞ് തിരിച്ചെത്തുക, ജോലി ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ച് സ്ഥാപനത്തിന് സംശയമുണ്ടാവുക, തൊഴിൽ മാറുക, തൊഴിൽ അന്തരീക്ഷം മാറുക, പുതിയ തൊഴിൽ സാമഗ്രികൾ ഉപയോഗിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ നിലവിലുള്ള ജീവനക്കാർക്കും പരിശോധന നടത്താം. ഉയർന്ന അപകട സാധ്യതയുള്ള ജോലിയാണെങ്കിൽ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പരിശോധന നടത്താം. സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യാലിറ്റീസ് സാക്ഷ്യപ്പെടുത്തിയതും നാഷണൽ കൌൺസിൽ ഫോർ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിൽ രജിസ്റ്റർ ചെയ്തതുമായ ഏജൻസിയുടെ മേൽനോട്ടത്തിലായിരിക്കും പരിശോധന. പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ സംഘം ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ തൊഴിലാളി പാലിച്ചില്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തും. പരിശോധനാ ഫലം ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താൻ തൊഴിലാളിക്ക് അവസരമുണ്ടായിരിക്കും. ഇതിൽ 15 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. രാജ്യത്ത് തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. തൊഴിൽ സംബന്ധമായ അപകടങ്ങളും രോഗങ്ങളും കുറയ്ക്കാനും തൊഴിലാളികളുടെ ശാരീരിക മാനസിക ക്ഷമത വർദ്ധിപ്പിക്കാനും നിയമം കാരണമാകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ജിദ്ദയിലെ പാലക്കാട് ജില്ലാ KMCC വിദ്യാഭ്യാസ മേഖലയിൽ 15 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു. മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ പേരിലുള്ള സ്കോളർഷിപ്പ് +2, ഡിഗ്രി, സിവിൽ സർവീസ് എന്നീ 3 കാറ്റഗറികളിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്കാണ് നൽകുക. +2 കാറ്റഗറിക്ക് 90% മാർക്കും, ഡിഗ്രിക്ക് 80% മാർക്കും, സിവിൽ സർവീസിൽ പ്രിലിമിനറി പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ വിജയിച്ചവരുമായിരിക്കണം. പദ്ധതിയുടെ 50% പ്രവാസികളും മുൻപ്രവാസികളുമായവരുടെ മക്കൾക്ക് വേണ്ടിയും നീക്കിവെക്കും. സ്കോളർഷിപ്പ് പദ്ധതിക്ക് 2025 മെയ് 31 വരെ അപേക്ഷിക്കാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 00960500161238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പദ്ധതിയുടെ ലോഗോ വാർത്താ സമ്മേളനത്തിൽ പുറത്തിറക്കി. യാക്കോബായ സുറിയാനി സഭയുടെ യൂറോ ഭദ്രാസനത്തിന്റെ 8ാമത് ഫാമിലി കോൺഫറൻസ് പോളണ്ടിൽ സംഘടിപ്പിച്ചു. പോളണ്ടിലെ ക്രാക്രോവിൽ 3 ദിവസങ്ങളായി നടന്ന കോൺഫറൻസ് ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് ഉദ്ഘാടനം ചെയ്തു. പോളിഷ് ഓർത്തഡോക്സ് സഭാ പ്രതിനിധി ഡോക്ടർ വ്ളാദിമിർ മുഖ്യാതിഥിയായി. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി പ്രത്യേകം ക്ലാസുകളും ചർച്ചകളും നടത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. യൂറോപ്പിലെ 13 രാജ്യങ്ങളിൽ നിന്നായി 100-ലധികം പേർ കോൺഫറൻസിൽ പങ്കെടുത്തു. ഓസ്ട്രേലിയയിലെ വള്ളംകളി എന്നറിയപ്പെടുന്ന ഡ്രാഗൺ ബോട്ട് മത്സരത്തിൽ അഭിമാനമായി സിഡ്നിയിലെ ഒരു കൂട്ടം മലയാളികൾ. ദേശീയ തലത്തിൽ നടന്ന ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിൽ മലയാളികളുടെ നേതൃത്വത്തിലുള്ള മിന്നൽ റേസിംഗ് ടീം വെങ്കല മെഡൽ കരസ്ഥമാക്കി. സിഡ്നിയിലെ പെൻട്രിത്തിൽ ഇന്റർനാഷണൽ റിഗാറ്റ സെന്ററിൽ നടന്ന 28ാമത് ഓസ്ട്രേലിയൻ ദേശീയ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിലാണ് മിന്നൽ റേസിംഗ് ടീം 200 മീറ്റർ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത്. 76 ടീമുകൾ പങ്കെടുത്തു. മിന്നൽ റേസിംഗ് ടീം ആദ്യമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. റിൻഡോ ആൻഡോ, അജയ് ജോൺ, റോബിൻ തോമസ്, ജിസ് ജോർജ്, സിജോ മാത്യു, ശ്രീകാന്ത് മാമ്പളക്കൽ, ദിൽസൺ ജോസഫ്, ടോഡി ജോസഫ് എന്നിവരടങ്ങിയ ടീമാണ് ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി K കരുണാകരന്റെ സ്മൃതി കുടീരത്തിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും സന്ദർശനം നടത്തി. സണ്ണി ജോസഫിനെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിന് എതിരെ ആന്റോ ആന്റണി MP രംഗത്തെത്തി. നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് എത്തിയതെങ്കിലും പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ തന്നെയാണ് നിയുക്ത പ്രസിഡന്റിന്റെ തീരുമാനം. ഇതിന്റെ ആദ്യപടി എന്ന നിലയ്ക്കാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും കല്ലറയിൽ സണ്ണി ജോസഫ് എത്തിയത്. രാവിലെ 7:30 പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്നായിരുന്നു പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയത്. പുതിയ വൈസ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഐക്യമാണ് പുതിയ ടീമിന്റെ ദൗത്യമെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും സണ്ണി ജോസഫ്. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഞങ്ങളുടെ ദൗത്യം നിർവഹണത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടീം പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരണം നൽകാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. ചുമതല ഏറ്റെടുത്ത ശേഷം ഇക്കാര്യങ്ങളിൽ മറുപടി എന്നാണ് നിലപാട്. അതേസമയം സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ആന്റോ ആന്റണി MP ഫേസ്ബുക്കിൽ കുറിച്ചു. വെള്ളാപ്പള്ളി നടേശൻ BJPയുടെയും CPMന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ശക്തമായി തുടരട്ടെയെന്നും കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയം കണ്ടെത്തേണ്ടെന്നും ആന്റോ ആന്റണി വിമർശിച്ചു. ടോബി ജോൺസൺ, 24 കോട്ടയം.
ആന്റോ ആന്റണി എംപിക്ക് പരോക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പാവപ്പെട്ട സഹകാരികളെ വഞ്ചിച്ച് പാർട്ടിയുടെ സഹകരണ സ്ഥാപനം കട്ടുമുടിച്ചതിന്റെ പേരിൽ ഒരാരോപണവും കേട്ടിട്ടില്ല. പൊതുജീവിതത്തിൽ ₹1 പോലും അഴിമതി ആരോപണം ഇതുവരെ കേൾപ്പിച്ചിട്ടില്ലെന്നും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം 100% ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്തിട്ടുണ്ടെന്നും കെ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ലഹരിക്കെതിരെ VPS ലേക്ക് ഷോർ ആശുപത്രി സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. 3 ദിവസങ്ങളിലായി പനങ്ങാട് കുഫോസ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200ഓളം പേർ പങ്കെടുത്തു. ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, രാജഗിരി ആശുപത്രി, TCS എന്നിവർ ജേതാക്കളായി. ലഹരിക്കെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച കേരള യാത്രയ്ക്ക് പിന്നാലെയാണ് ലഹരിക്കെതിരെ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്താൻ VPS ലേക്ക് ഷോർ ആശുപത്രി തീരുമാനിച്ചത്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.